എന്നാൽ നമ്മൾ ഇതുവരെ കാണാൻ പോകുന്നത് റിയൽ ലൈഫിൽ ഹീറോ ആയ ജോർജ് സാർ എന്നൊരു പോലീസുകാരനെയാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കിടപ്പാടം നഷ്ടമാകുമെന്ന പേടിയിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ ഒരു കുടുംബത്തെ ജപ്തിയിൽ നിന്ന് കരകയറ്റിയിരിക്കുകയാണ് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ. കാണാം നമുക്ക് ആ പോസിറ്റീവായ ജോർജ് സാറിനെ. ജീവിതം തുന്നിച്ചേർക്കുകയാണ് വിജി. സ്കൂൾ വിദ്യാർത്ഥികളായ 2 പെൺമക്കൾ, ആരോഗ്യ ബുദ്ധിമുട്ടുകളാൽ ജോലി മുടങ്ങിയ ഭർത്താവ്. ആശുപത്രി ചെലവിനാണ് കോഴിപ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. മുടക്കം വന്നതോടെ ആകെയുള്ള തുണ്ടുഭൂമിയും കിടപ്പാടവും ജപ്തിയുടെ വക്കിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ വിജി കയറി ചെന്നത് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് സാറ് അപ്പം തന്നെ സ്പോട്ടിൽ കോഴിപ്പാറ ബാങ്കിലേക്ക്, അതുപോലെ തന്നെ സാറിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച്, മോള് +2 പഠിക്കുന്നത്, ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ 2 പെൺമക്കൾ. അപ്പം പെട്ടെന്ന് തന്നെ സാറിൻ്റെ വഴിയിൽ സാറ് ചെയ്തു തന്നത് കാര്യങ്ങൾ. മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമയായ തുടരുമിൽ ആളുകൾ എടുത്തിട്ട് പെരുമാറുന്ന ഒരാളെ കൊന്നത് ജോർജ് സാർ എന്ന പേരുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ഇവിടെ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു ജോർജ് സാറാണ്. അവരവരുടെ പേഴ്സണലായിട്ടുള്ളൊരു വിഷമം പറഞ്ഞതാണ്. ഇവിടെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ, ഭർത്താവിന് സുഖമില്ലാതായി, അത് അടയ്ക്കാൻ പറ്റാതെ ഇപ്പോൾ ജപ്തി നടപടികളിലേക്ക് എത്തിയെന്നറിഞ്ഞു. അതുകൊണ്ടാണ് അവരെൻ്റെ അടുത്തിരുന്ന് കരഞ്ഞത്. അങ്ങനെ ഞാനെൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള പുത്തൂരുള്ളൊരു സേവിയർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബന്ധുവിനോടും, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വീടിൻ്റെ അടുത്തുള്ള ജോമോൻ, അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിനെയും ഞാനിങ്ങനെ ഈ വിവരം അറിയിച്ചു. അപ്പോൾ അവരെനിക്ക് കുറച്ച് പൈസ ഗൂഗിൾ പേ ചെയ്തു തന്നു. അതോടൊപ്പം തന്നെ കോളേജിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജയരാജ്, തൃശ്ശൂരുള്ളത്, പിന്നെ ഒറ്റപ്പാലത്തുള്ളൊരു ഹരിവക്കീൽ, ഇവരൊക്കെ പൈസ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൈസ കൂടി കയ്യിൽ വെച്ച് സൊസൈറ്റിയിൽ പോയി അവർക്കൊരു 60,000 രൂപ എനിക്ക് കിട്ടി. അത് ഞാൻ അവിടെ അടച്ചു. അങ്ങനെ അവർ ആ ജപ്തി നടപടി ഒഴിവാക്കുകയും ആ ലോൺ പുതുക്കി കൊടുക്കുകയും ചെയ്തു. ഇനി അവർക്ക് മാസം ഒരു 4,000 രൂപ അടച്ചാൽ മതിയാവും. നിസ്സഹായരായ കുടുംബം ജപ്തിയിൽ നിന്ന് കരകയറി. അതുകൊണ്ട് മാത്രമായില്ല, കുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ, നന്നായി പഠിക്കാൻ കൈത്താങ്ങ്. അപ്പം ഇങ്ങനെ വീടിൻ്റെ കാര്യവും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒരു വേലായുധേട്ടനും ഇങ്ങനെ ഒരു വീടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒറ്റപ്പാലത്തിലൊരു CSM ട്രസ്റ്റ് ഉണ്ട്, അതിൽ പമ്പാവാസൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു. വിജി എന്ന് പറഞ്ഞ അവരുടെ വീട് അദ്ദേഹം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരെന്നിട്ട് വന്നു, സാറ് കൂട്ടിയിട്ട് വന്നു, നമ്മുടെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തു, കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് അറിഞ്ഞ് എല്ലാം ചെയ്തിട്ട് പോയി. അവർ പിന്നെ കുട്ടിയുടെ പഠിപ്പിൻ്റെ കാര്യം അവർ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിലൊരു സന്തോഷം. നമ്മളതിലൊരു നിമിത്തമായി ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനത്തെ ചില സുമനസ്സുകളുണ്ട്. ജപ്തി ഒഴിവായെങ്കിലും ലോൺ ഇനിയും ബാക്കിയാണ്. പ്രതീക്ഷയോടെ പൊരുതുകയാണ് വിജിയും കുടുംബവും. കൂടെ ഉണ്ടാവുമെന്ന് ജോർജ് സാറും. ഒരു സിനിമാ ഡയലോഗുണ്ട്, സാധാരണക്കാരന് തൻ്റെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പോലീസ് സ്റ്റേഷനാണെന്ന്. താങ്ങാനല്ല, താങ്ങി നിർത്താനാണ് കേരള പോലീസ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ. കരുതലിൻ്റെ കരസ്പർശമാവുകയാണ് കാക്കി. പ്രശാന്ത് കുരിശ്ശേരിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.